ഈ അമ്മുമ്മ 95 വയസ്സായ വളരെ കൃശഗാത്രയായ ഒരു സ്ത്രീയാണ്. നിങ്ങൾ ഇവിടെ അവരിത്രയും ഈ 95 വർഷം ജീവിച്ച സ്ഥലത്ത് 96 വയസ്സുള്ള ഒരാളുണ്ടെങ്കിൽ അവരോടടക്കം ഇനി 5 വയസ്സുള്ളൊരു കുട്ടിയോടടക്കം ചോദിച്ചാൽ ഒരാളോട് പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും കയർത്ത് സംസാരിക്കാത്ത, എല്ലാവരെയും സ്നേഹത്തോടെ മാത്രം വിളിക്കുന്ന, അവിടെ തൊട്ടടുത്ത പള്ളിയിലെ ഒരു മൗലവി, ഇവരെ ഞാൻ ഒരു ദിവസം പ്രസംഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിലെ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ കേട്ടതാണ്. സ്വർഗത്തിലെ ഉമ്മാമ്മ എന്നാണ് ആ മൗലവി ഇവരെ സംബോധന ചെയ്യുന്നത്. കാര്യം അത്ര കളങ്കരഹിതമായി നിഷ്കളങ്കമായി ആളുകളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു അച്ഛൻ്റെ അമ്മ. ഇവൻ എത്രയോ പ്രാവശ്യം ചോറ് വാരി കൊടുക്കുകയും എടുത്തുകൊണ്ട് കിടക്കുകയും ലാളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോട് വന്ന് നേരത്തെ അവരുടെ കയ്യിലുള്ളപ്പോഴെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസം വന്ന് മാല ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ മയ്യത്തിൻ്റെ ചിലവിന് വേണ്ടി, അതിന് തുണിക്കും പലയ്ക്കും വേണ്ടിയാണ് മോനെ മക്കളെ ഞാനിത് വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ സമ്പാദ്യമൊന്നുമില്ല, അതുകൊണ്ട് മക്കളെ ഇത് തരൂല, ഇത് ഞാൻ അങ്ങനെ നിയത്ത് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സാധനമാണെന്നാണ് മറുപടി പറഞ്ഞത്. ഈ ലത്തീഫ് സാഹിബ് എത്രയോ ലക്ഷം രൂപ കൊടുത്തിരുന്നു. ആ പൈസ വീണ്ടും പൈസ ചോദിച്ചപ്പോൾ ഈ പൈസ തിരികെ വേണം എന്ന് പറഞ്ഞതായാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ അനുജനോട് സ്നേഹമുണ്ട്, അനുജനും ഇവനും ഒരുമിച്ചാണ് കളിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, പള്ളിയിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞു, സമ്മതിക്കാം. പക്ഷേ അത്രയും സ്നേഹമുള്ള ഒരു അനുജനെ ഇത്രയും ക്രൂരമായി വേറെ ഏതെല്ലാം മാർഗത്തിൽ കൊല്ലണമെങ്കിലും കൊല്ലാമായിരുന്നു. അവൻ്റെ പെൺസുഹൃത്തിനെ അവൻ മറ്റൊന്നിനും അടിമയല്ലെന്നും മറ്റൊരു കാര്യങ്ങളും പബ്ലിക്കിന് അറിയില്ലെന്നും അയൽവാസികളായ 2 പേർ പറഞ്ഞു. ഈ ഒരു പെൺസുഹൃത്തിനെ രഹസ്യമായി അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അപ്പോൾ ഇവൻ ഇത്രയും വിദഗ്ധമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കുള്ള ആളാണ്. ചെവി അറിയാതെ, തൊട്ടടുത്ത ആളുകളെ അറിയാതെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. സ്വാഭാവികമായി മറ്റൊരു വീട്ടിൽ വളർത്തിയ പെൺകുട്ടിയെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദമില്ലാതെ, രക്ഷകർത്താക്കളെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവരുടെ ഈ കുടുംബം ഒന്നടങ്കം അതിനെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു, നിയമാനുസരണം നിനക്ക് അത് നിക്കാഹ് ചെയ്തു തരാം, നീ ആ രക്ഷകർത്താക്കളെ അടുത്ത് ഇപ്പോൾ കുട്ടിയെ കൊണ്ടുവന്നാക്ക്, നമുക്ക് പോയി ആലോചിച്ച് അവർക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും നിനക്ക് വിവാഹം ചെയ്തു തരാം. ഇത് പറഞ്ഞതിലുള്ള വിരോധം കൂടിയാണ് ഈ സാമ്പത്തികം കൊടുക്കാത്തതും സാമ്പത്തികം തിരിച്ചു ചോദിച്ചതും. സ്വന്തം അച്ഛൻ്റെ അമ്മയോട് സ്വർണ്ണമാല ചോദിച്ചപ്പോൾ അത് അവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞതും, ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കണം എന്ന് ഇവർ അതും വളരെ സ്നേഹത്തോടു കൂടിയാണ് അവനോട് അഭ്യർത്ഥിച്ചതെന്നാണ് ഈ രക്ഷകർത്താക്കൾ ഇന്ന് മോർച്ചറിയിൽ വെച്ച് കണ്ടപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും സൗമ്യമായി പെരുമാറുകയും ഇത്രയും സ്നേഹമായി, ഇനി 75 ലക്ഷം രൂപയുടെ ബാധ്യത അവൻ്റെ പിതാവിനുണ്ടെങ്കിൽ അവർക്ക് ആ താമസിക്കുന്ന വീടും മറ്റാസ്തികളും വിറ്റാൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, അതിന് പരിഹാരമുണ്ട്. 23 വയസ്സായ മകനല്ലല്ലോ അതിന് പരിഹാരം ഉണ്ടാക്കുന്നത്. അവൻ്റെ വാപ്പ റഹീം സൗദിയിൽ നിൽക്കുകയല്ലേ. ഇവർ ഈ മരണപ്പെട്ട ഈ സൽമാ ബീവി, ആ ഉമ്മാക്ക് 11 മക്കളാണ്, ഒരാളെ മരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നലെ മരിച്ചത് കൂടാതെ നേരത്തെ മരിച്ചത് ഒരാളാണ്, ബാക്കി 10 പേരുമുണ്ട്. ഇവർ എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും ഐക്യമായി കഴിയുന്നവരുമാണ്. തമ്മിൽ തല്ലി പലയിടത്തായി വിരോധിച്ച് മിണ്ടാതെ താമസിക്കുന്ന ഈ പുതിയ തലമുറയിലെ ഒരു കുടുംബമല്ല, ഒരു വലിയ കൂട്ടുകുടുംബമാണ്. ഇവനെ സഹായിക്കാൻ തയ്യാറാണ്. ഇവൻ്റെ സ്വത്തുക്കൾ എവിടെയെങ്കിലും പണയം വെച്ചോ അല്ലാതെയോ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർ തയ്യാറാണ്. ഈ സൗദി അറേബ്യയിൽ നിന്ന് ഈ റഹീമിനെ കൊണ്ടുവരാൻ വേണ്ടി ഈ ജ്യേഷ്ഠന്മാരും ബന്ധുക്കളും സഹോദരിയുടെ മക്കളും റഹീമിൻ്റെ സഹോദരിയുടെ മക്കളും ഒക്കെ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ ഒരു അനുജൻ ഷാജി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കാക്ക കുറേ ദിവസമായി എന്നെ സമീപിക്കുകയാണ്, ഏതെങ്കിലും നിലയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് റഹീമിൻ്റെ ബന്ധുക്കളും പറയുകയാണ്. എനിക്കറിയാവുന്നവരോടെല്ലാം ഏതെങ്കിലും നിലയിൽ ജയിലിൽ പോകാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതിന് പൈസ കൊടുക്കാനും പല ബന്ധുക്കളും തയ്യാറായിരുന്നു. ഏതെങ്കിലും നിലയിൽ റഹീമിന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നതിനോ റഹീമിനെ അവിടെ രക്ഷപ്പെടുത്തുന്നതിനോ ഒക്കെ. അപ്പോൾ എല്ലാ മാർഗങ്ങളും അടഞ്ഞിട്ട് അല്ല ഇവൻ ഇത് ചെയ്തത് എന്നുള്ളത് വളരെ വസ്തുതാപരമാണ്. ഇവന്റെ മാനസികാവസ്ഥ കൃത്യമായി പരിശോധിക്കണം. ഇനി ഒരു കുടുംബത്തിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ വൃദ്ധമാതാക്കൾക്കോ കേരളത്തിൽ ഇത്രയും ക്രൂരമായ ഇതിനെ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇതിനെ കാണുന്നത് കേരളത്തിൽ നടന്ന അതിനിഷ്ഠൂരമായ പ്രവൃത്തികളിൽ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ അതിനെ പിന്നെ സാധാരണ നിലയിൽ വളരെ സാധാരണ നിലയിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല. കാരണം എല്ലാ രക്ഷകർത്താക്കളും ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത രക്ഷകർത്താക്കളും പിന്നെ വൃദ്ധ മാതാപിതാക്കളും വളരെ ഭയവിഹ്വലരായാണ് തങ്ങളുടെ സ്വന്തം ചെറുകുട്ടികളെ പോലും ഇന്ന് നോക്കിക്കാണുന്നത്. ഈ ചാനലുകളിൽ ഈ വാർത്തകളും മീഡിയകളിൽ ഇത് വന്നപ്പോഴും പലരും ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു, ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, പ്രസിഡന്റ് എങ്ങനെ വിശ്വസിച്ച് കിടക്കും, എങ്ങനെ വിശ്വസിച്ചുറങ്ങും, എങ്ങനെ ഞങ്ങളുടെ ചെറുകുട്ടികളാണ് എന്ന് പറഞ്ഞ് ഇവരെ വാരി അണച്ച് നിർത്തും, പുണർന്ന് നിർത്തും, ഇവരെ എങ്ങനെ നമ്മൾ കാണണം, ഞങ്ങളുടെ കഴുത്തിൽ ഒരു പൊട്ടുമാലയോ കാതിൽ ഒരു പൊട്ടു കമ്മലോ കിടന്നാൽ ഇതുപോലെ ഇവർ ഡ്രഗ്സിന് വേണ്ടി ഇത് ചെയ്യില്ലേ? വലിയ ആശങ്കയാണ്, വലിയ ആശങ്ക സമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ആ കാര്യത്തിൽ താങ്കളോട് യോജിക്കുകയാണ്. ആശങ്ക ഉണ്ട് ജനങ്ങൾക്ക്. ആശങ്ക എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് വലിയ പ്രശ്നമാണ്.